Hello, children. Let us now continue with the topic chemical reactions. Okay, chemical reactions എന്താണ് അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? We now know to differentiate between chemical and physical reactions. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു ചെറിയ എക്സാമ്പിളിനോട് നോക്കാം. ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് റീപ്രസെൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഓക്കെ, ഐ നോ ഇറ്റ്സ് എ വെരി റഫ് പിക്ചർ, ബട്ട് പ്ലീസ് കൈൻഡ്ലി അഡ്ജസ്റ്റ്. ഇപ്പോൾ ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ വാട്ട് ഐ എം ട്രൈങ് ടു ഷോ ഈസ് എ പ്രൊസീജിയർ ഓഫ് മേക്കിംഗ് ടീ. അപ്പോൾ ഇതിൽ എന്താണ് റിയാക്ഷൻ? ഇപ്പോൾ ഞാൻ അത്ര വലിയ പാൽ ചായ എന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ, ചായപ്പൊടിയും വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും പഞ്ചസാര ഇല്ല, അത് ഞാൻ ഡയബറ്റീസ് പേഷ്യൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചായയാണ്. അപ്പോൾ ഒരു കട്ടൻ ചായയാണ്, അതിൽ ചായപ്പൊടിയും വെള്ളം മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഹൗ ഈസ് ദ റിയാക്ഷൻ ഗോയിങ് ടു പ്രൊസീഡ്? 2 tablespoons of chai podi and 3 glass of water. If I heat it together, I will get cotton chaya, 1 tumbler full of cotton chaya. Cotton chaya, if I measure out, it will come out to be 3 glasses of cotton chaya. Okay, അപ്പോൾ ഇതൊരു റിയാക്ഷൻ ആണെങ്കിൽ ഈ റിയാക്ഷൻ ഈ സൈൻ അല്ലേ, ഈ ആരോ മാർക്ക് കാണിക്കണേ, ദാറ്റ് ഈസ് എ ബാരിയർ ബിറ്റ്വീൻ വാട്ട് ഈസ് ദ റിയാക്റ്റൻറ്റ് ആൻഡ് വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ്. അതിൻ്റെ അർത്ഥം എന്തൊക്കെ കൂടിയിട്ടാണ് നമുക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടാക്കിയത്, ദേ ആർ കോൾഡ് ആസ് റിയാക്റ്റൻറ്റ്സ്. ആൻഡ് വാട്ട് വി ഗെറ്റ് ഓൺ ദ അതർ സൈഡ്, ഫൈനൽ പ്രൊഡക്റ്റ്, അതിനെ പറയാം പ്രൊഡക്ട്സ്. ഓക്കെ, സോ വി ഹാവ് റിയാക്റ്റൻറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കണം. ഒരു കെമിക്കൽ റിപ്രസെൻറ്റേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഒരു ഇക്വേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ, ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഉള്ളതൊക്കെ റിയാക്റ്റൻസ് ആണ്, ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ളതൊക്കെ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, ഇനി നമുക്കൊരു ഒറിജിനൽ കെമിക്കൽ ഇക്വേഷൻ നോക്കാം. Okay, let us begin with very simple equation. C plus O2 is equal to CO2. അപ്പം these are the reactants and these are the products. Arrow mark in the left side reactants, arrow mark in the right side products. My question is, e reaction the reactants endokane? Then you see nicely carbon and oxygen. അല്ലേ, റിയാക്റ്റൻസിൻ്റെ പേരാ ചോദിച്ചത്. ഓക്കെ, പേര് ഒന്ന് കാർബൺ ഉണ്ട്, ഒന്ന് ഓക്സിജൻ ഉണ്ട്. അതിനോടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ചില പേരുകളൊക്കെ ബൈഹാർട്ടാക്കി വെച്ചോളി. അപ്പോൾ സി കണ്ട അത് കാർബൺ ആണ്, ഓ കണ്ട അത് ഓക്സിജൻ ആണ്, രണ്ടും വേറെ വേറെ ആണ്. ഇനി നെക്സ്റ്റ് ചോദ്യം, ഹൗ മെനി ആറ്റംസ് ഓഫ് ദറ്റ് എലിമെൻറ്റ് ഇസ് പ്രസൻറ്റ്? ഇപ്പോൾ കാർബൺ എത്ര ഉണ്ട്? 1. ഇവിടെ ഒരു കാർബൺ അല്ലേ കാണുന്നുള്ളൂ, സോ 1. ഓക്സിജൻ എത്ര ഉണ്ട്? ഓക്സിജൻ നമുക്കറിയാം, ഫ്രീ ഫോമിൽ ഒരു സാധനത്തിൻ്റെ കൂടെ ബൈൻഡ് ചെയ്യാതെ ഫ്രീ ആയിട്ട് നടക്കുമ്പം 2 atoms ഓഫ് ഓക്സിജൻ ആർ പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ യു ഹാവ് 2 atoms, ഓക്സിജൻ 2 atoms. അപ്പോൾ നിങ്ങൾ റിയാക്റ്റൻറ്റ് സൈഡിൽ യു ഗോട്ട്, ഓക്കെ, കാർബൺ എത്ര ഉണ്ട്, ഓക്സിജൻ എത്ര ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി പ്രൊഡക്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിലോ, ഈ പ്രൊഡക്റ്റ് സൈഡിൽ അഗെയിൻ യു ഹാവ് C and O2. ഇതിൽ നിങ്ങൾക്ക് ഒന്ന് കാര്യം ശ്രദ്ധിക്കാനുള്ളത്, റിയാക്റ്റൻസിൽ എന്താ ഉള്ളത് ആ എലിമെൻറ്റ്സ് തന്നെ പ്രൊഡക്റ്റിലുണ്ടാവും. നമുക്ക് നമ്മളെ പ്രീവിയസ് എക്സാമ്പിൾ ഒന്നും കൂടി നോക്കാം. ഈ ചായപ്പൊടീൻ്റെ എക്സാമ്പിൾ, ഇതിൽ നോക്കൂ, റിയാക്റ്റൻസ് എന്തൊക്കെയാണ്? ചായപ്പൊടി ഉണ്ട്, ദെൻ വെള്ളമുണ്ട്. പ്രൊഡക്റ്റിലും ചായപ്പൊടിയും വെള്ളത്തിൻ്റെ വേറെ ഒരു വേറെ വെറൈറ്റിയാണ് നമ്മൾ കട്ടൻ ചായ. അപ്പോൾ ഇതിലൊരു ബൂസ്റ്റ് പൊടി വരൂലല്ലോ, ഇതിൽ നിങ്ങൾക്ക് ഇഞ്ചിയൊന്നും വരൂലല്ലോ, താനങ്ങൾ ഇടാതെ ഇഞ്ചി അതിലേക്ക് വരൂലല്ലോ. അപ്പോൾ ഞാൻ പറയാൻ കൊണ്ടുവരുന്നത്, റിയാക്റ്റൻസ് ഇല്ലാത്തൊരു സാധനം ഒരിക്കലും പ്രൊഡക്ട്സിൽ വരില്ല. ദെയർ ഫോം ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞാൽ ഫോം വിൽ ചേഞ്ച് and that new substance will be formed, but the basic elements that are present will be the same. That is the very characteristic of a chemical reaction. അപ്പോൾ അതിന് നമ്മൾ ഏത് റിയാക്ഷനെ കൺസിഡർ ചെയ്യുകയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ദിസ് വെരി സിമ്പിൾ റിയാക്ഷൻ,
പ്രൊഡക്ട്സും റിയാക്റ്റൻസിൽ എലിമെൻറ്റ്സ് സെയിം ആയിരിക്കും. ഈ റിയാക്റ്റൻസിൽ എന്തൊക്കെ ഉണ്ട് അത് മാത്രമായിരിക്കും പ്രൊഡക്റ്റിൽ. ഇപ്പോൾ ഇവിടെ കാർബണും ഓക്സിജൻ ഉണ്ട്. യുവർ പ്രൊഡക്റ്റ് ഇസ് ഒബ്വിയസ്ലി ഗോയിങ് ടു ഹാവ് കാർബൺ ആൻഡ് ഓക്സിജൻ. അതിൻ്റെ ഇടയിൽ ഒരു അലുമിനിയമോ സിങ്കോ ഒന്നും വരാൻ പോണില്ല. നിങ്ങൾ റിയാക്റ്റൻസിൽ എന്താ കൊടുത്തത് അതായിരിക്കും പ്രൊഡക്ട്സിൽ വരാൻ പോണേ. സോ വെൻ യു ടേക്ക് ഡൗൺ റിയാക്റ്റൻസ് ഹിയർ സെയിം വിൽ ബി ദെയർ ഫോർ പ്രൊഡക്ട്സ്. പക്ഷെ അവരുടെ നമ്പറിൽ വ്യത്യാസം വരാൻ സാധ്യതകളുണ്ട്. നൗ വെൻ യു സീ ഇൻ ദിസ് കേസ് പ്രൊഡക്ട്സിൽ കാർബൺ 1 ആണ്, ഓക്സിജൻ 2 ആണ്. സോ വാട്ട് ഡു വി സീ? റിയാക്റ്റൻസിലും കാർബൺ 1 ആണ്, പ്രൊഡക്ട്സിലും കാർബൺ 1 ആണ്. ഓക്സിജനിൽ റിയാക്റ്റൻസിൽ 2 ആണ്, പ്രൊഡക്ട്സിൽ ഓക്സിജൻ 2 ആണ്. അപ്പോൾ രണ്ട് ഭാഗത്തും ഇറ്റ് ഈസ് സെയിം, ഇറ്റ് ഈസ് ബാലൻസ്ഡ്. അപ്പോൾ ഈ റിയാക്ഷൻ ഇസ് ബാലൻസ്ഡ്. Okay, so let us now see one more example. This again a simple example I have taken here. 2H2 plus O2 gives you 2H2O. ഇനി 2H2 ഇതിനെ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുക? ഓക്കെ, ഫസ്റ്റ് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ദിസ് സൈഡ് ഇസ് റിയാക്റ്റൻസ്, ദിസ് സൈഡ് ഇസ് പ്രൊഡക്ട്സ്. അപ്പോൾ റിയാക്റ്റൻസിൽ എന്തൊക്കെ ഉണ്ട്? എച്ച് ഉണ്ട്, പിന്നെ ഒരു ഒ ഉണ്ട്. അപ്പോൾ എച്ച് എഴുതി, ഒ എഴുതി. ദെൻ ഒബ്വിയസ്ലി പ്രൊഡക്ട്സിലും അത് തന്നെ ആവും, എച്ചും ഒ തന്നെ ആവും പ്രൊഡക്ട്സിലും ഉണ്ടാവുക. ഇനി റിയാക്റ്റൻസിൽ എത്ര എച്ച് ഉണ്ട്, എത്ര ഒ ഉണ്ട് ആണ് നോക്കാൻ പോണേ. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് us ടോക്ക് അബൌട്ട് എച്ച്. ഇവിടെ എച്ച് എത്ര ഉണ്ട്? 2H2. അതിൻ്റെ അർത്ഥം എച്ച് വന്ന് ഹൈഡ്രോജൻ വന്ന് എപ്പോഴും H2 ആയിട്ടാണ് എക്സിസ്റ്റ് ആവുക. അത് നമ്മൾ പഠിച്ചല്ലോ, ഹൈഡ്രോജൻ്റെ ഫോർമുല H2. ഓക്കെ, ഹൈഡ്രോജൻ ഓൾവേസ് എക്സിസ്റ്റ് ആസ് എ ഡയറ്റോമിക് മോളിക്യൂൾ H2. ഫ്രീ സ്റ്റേറ്റിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഡയറ്റോമിക് H2. അപ്പോൾ ഇവിടെ 2H2 ആണ് കൊടുത്തത്. ഓക്കെ, 2H2 മീൻസ് 2 മോളിക്യൂൾസ് ഓഫ് ഫ്രീ ഡയറ്റോമിക് ഹൈഡ്രോജൻ. H2H2ൻ്റെ 2 മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ആറ്റം ഉണ്ട്? വി ആർ ഗോയിങ് ടു കൗണ്ട് ആറ്റംസ് ഹിയർ. ഓക്കെ, ആറ്റം എത്ര ഉണ്ട് നോക്കുമ്പോൾ യു ഹാവ് ടു ഡു 2 into 2 യു ഹാവ് ടു ഡു. ഓക്കെ, 2 into 2. സോ യു വിൽ ഗെറ്റ് 4H. ഹൈഡ്രോജൻ ഇസ് 4. ഓക്സിജൻ അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഓക്സിജൻ 2 എന്നേ ഉള്ളൂ. പക്ഷെ പ്രൊഡക്ട്സിൽ നോക്കുമ്പം അഗെയിൻ H2ൻ്റെ നോക്കൂ, വാട്ട് വിൽ യു സേ? H2 is 2 into 2 ഈസി. ഓക്കെ, H2 is 4. പക്ഷെ ഓക്സിജൻ എത്ര ആണ്? അത് നമുക്ക് എങ്ങനെ അറിയാം? ഈ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ മുന്നിൽ ഏത് നമ്പറാണ് ഉള്ളത്, ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ദ എലിമെൻറ്റ്സ് ഇൻ ദാറ്റ് സബ്സ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ H2O ആണ്. അപ്പോൾ ഈ മുന്നിൽ എഴുതിയ 2 എച്ചിനും ബാധകമാണ്, ഓനും ബാധകമാണ്. ഈ അടിയിൽ എഴുതുന്ന 2 ഉണ്ടല്ലോ, അത് ആ ആറ്റമിന് മാത്രം ബാധകമാണ്. മുന്നിൽ എഴുതുന്ന 2 വന്ന് എച്ചിനും ബാധകമുണ്ട്, ഓനും ബാധകമുണ്ട്. സോ ഹിയർ ദർ ആർ 2 atoms ഓഫ് ഓക്സിജൻ. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദിസ് വിത്ത് ദ സെയിം പ്രീവിയസ് എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം ടേക്കിംഗ് 2 spoons ഓഫ് ചായപ്പൊടി. അപ്പോൾ ഈ 2 spoonsൽ ഇവിടെ കാര്യമായിട്ട് ഞാൻ എണ്ണി വരച്ചതാണ്. ഇനി നിങ്ങൾ എന്നാന്നൊന്നും നിൽക്കണ്ട. ഇവിടെ ചായപ്പൊടീൻ്റെ ഞാൻ വരച്ച 20 ചായപ്പൊടികളുണ്ട്. അതേപോലെ ഇതിൽ 20 ചായപ്പൊടികളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്പൂണിൽ 20 ചായപ്പൊടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 spoons ഇട്ടാൽ ടോട്ടൽ എത്ര ചായപ്പൊടിയായി? 2 into 20, ദാറ്റ് ഈസ് 40 ചായപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ചായയിൽ ചായപ്പൊടി 40 തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നാന്നൊന്നും നിൽക്കണ്ട, ഞാൻ ശരിക്കും അത് അത്രയും സിൻസിയർലി വരച്ചതാണ്. അപ്പോൾ ഇവിടെ 20 ഉണ്ട്, ഇവിടെ 20 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ആറ്റമും നഷ്ടമാവില്ല. ഓക്കെ, ഒരു റിയാക്ഷനിൽ ഒരു ആറ്റമും ഇല്ലാതാവില്ല ഒരിക്കലും. ഓക്കെ, എന്നിട്ട് ന്യൂ ആറ്റം അതിൽ വരാനും പോണില്ല. അത് ദാറ്റ് ആൻഡ് ഓൾ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിയാക്ഷൻ. ഇനി എനിക്ക് ചായൻ്റെ കടുപ്പം കൂട്ടാണെങ്കിൽ ഐ വിൽ പുട്ട് 1 more spoon ഓഫ് ചായപ്പൊടി. അപ്പോൾ വാട്ട് വിൽ ഐ ഹാവ്? 3 spoons ഐ വിൽ ഹാവ്. നോ, 3 spoons ഓഫ് ചായപ്പൊടി ഐ വിൽ ഹാവ്. ബട്ട് ദെൻ ആ ഒരു സ്പൂണിൽ 20 ചായപ്പൊടികളുണ്ട്. പൊടികൾ എന്നാ നിൽക്കുകയാണെങ്കിൽ 20 ചായപ്പൊടി ഉണ്ട് ഒരു സ്പൂണിൽ. ഓക്കെ, റഫ് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. പക്ഷേ 3 spoons വെൻ ഐ എം ടേക്കിംഗ്, സോ ഹൗ മെനി വിൽ ബി ടോട്ടൽ? 3 into 20, ദാറ്റ് ഈസ് 60 dots വിൽ ബി ദർ. അപ്പോൾ ഫൈനൽ ആറ്റം ഇവിടെ യുവർ ഇൻ ദ പ്രൊഡക്റ്റ് യു വിൽ ഓൾസോ ഹാവ് 60 ചായപ്പൊടികൾസ്. ഓക്കെ, ഹോപ്പ് ഐ എം നോട്ട് കൺഫ്യൂസിങ് യു. ഇനി ഇതൊന്നും കൗണ്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ഡോട്ട് ഞാൻ കാണിച്ചിട്ടുള്ളൂ. അത് വെള്ളത്തിൻ്റെ പൊടിയൊന്നും ഞാൻ വരച്ചതല്ല, അത് വെള്ളമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോട്ട് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, നൗ ലെറ്റ് us see one more example. CH4 plus 2O2, CO2 plus 2H2O.
ഓക്കെ, ഇതിൽ റിയാക്റ്റൻസും പ്രൊഡക്ട്സും എഴുതിയെടുക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ട്? സി ഉണ്ട്, എച്ച് ഉണ്ട്, ഒ ഉണ്ട്. അപ്പോൾ സി എച്ച് ഒ യു ഹാവ് റിട്ടൺ. പ്രൊഡക്ട്സും അത് തന്നെ ആവും. നോ ന്യൂ തിങ് ഈസ് ഗോയിങ് ടു കം ഇൻ ബിറ്റ്വീൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു റൈറ്റ് ലൈക്ക് ദിസ്, സി എച്ച് ഒ ഉണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ആർ ദെയർ. അപ്പോൾ അത് എടുത്ത് എഴുതാൻ നിങ്ങൾക്ക് അറിയണം എത്ര ഓൾറെഡി ഗിവനിൽ എത്ര ഉണ്ടെന്ന്. ഇപ്പോൾ സി എത്ര ഉണ്ട്? 1 അല്ലേ സി കാണുന്നുള്ളൂ, അപ്പോൾ സി 1 ആണ്. എച്ച് 4 ഉണ്ട്. ഒ ഓക്സിജൻ എത്ര ഉണ്ട്? 4 ഉണ്ട്. ഇനി പ്രൊഡക്ട്സിൽ നോക്കൂ, സി എത്ര ഉണ്ട്? 1 ഉണ്ട്. ഓക്സിജൻ എത്ര ഉണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് CO2 2 ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഇനി ഹൈഡ്രോജൻ വാട്ടറിൽ 2 വാട്ടർ മോളിക്യൂൾസ് ആണ്. അപ്പോൾ 4H ഉണ്ട് ആൻഡ് 2O ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2 വന്ന് ബാധകം ഫോർ H ഓൾസോ, ഫോർ O ഓൾസോ. സോ ദർ ഇസ് 4H ആൻഡ് 2O. ഓക്കെ, അപ്പോൾ ഇവിടെ 2O ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിൽ 2O ഉണ്ട്, വാട്ടറിലോ 2O ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4O ആയി. സോ യു ടേക്ക് ഇറ്റ് ആസ് 4O. So now you check, okay, product reactants 1 carbon 1, products 1 carbon, reactant 4 hydrogen, product 4 hydrogen, reactant 4 oxygen, product 4 oxygen. So hence it is balanced. Okay, so this is a balanced equation. Now let us see this example. ഈ വലിയ എക്സാമ്പിൾ ആണെന്ന് കണ്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. ഇത് നമ്മൾ കണ്ട് പരിചയമുള്ള ഒരു എക്സാമ്പിളാണ് അല്ലേ. ഇത് റെസ്പിറേഷൻ്റെ ഇക്വേഷൻ ആണ്. ദിസ് സ്റ്റാൻഡ്സ് ഫോർ ഗ്ലൂക്കോസ് C6H12O6 പ്ലസ് ഓക്സിജൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ബ്രേക്സ് ഡൗൺ ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആൻഡ് carbon dioxide and water and energy is released in this reaction. Okay, ഇനി ഇതിൻ്റെ ഫസ്റ്റ് റിയാക്റ്റൻസ് എഴുതിയെടുക്കാം. റിയാക്റ്റൻസ് സി എത്ര ഉണ്ട്? 6 ഉണ്ട്. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 12 ഉണ്ട്. ഓക്സിജൻ എത്ര ഉണ്ട്? അതൊരു ചോദ്യം. ബിക്കോസ് ഗ്ലൂക്കോസിലും ഓക്സിജൻ ഉണ്ട്, ഫ്രീ ആയിട്ട് ഓക്സിജൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഓക്സിജൻ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഓക്സിജനാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിൽ ഒരു 6 ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 6 × 2 യു ഹാവ് ടു ഡു. സോ 12 ഓക്സിജൻ. അപ്പോൾ ടോട്ടൽ എത്ര ഓക്സിജനായി? 6 + 12 ദാറ്റ് ഈസ് 18 ഓക്സിജൻ. ഓക്കെ, അതേമാതിരി പ്രൊഡക്ട്സിൽ നോക്കുകയാണെങ്കിൽ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ. ഓക്സിജൻ എത്ര ഉണ്ട്? ആ 6 വന്ന് ഓക്സിജൻക്കും ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ഓൾറെഡി 2 കാണിക്കുന്നുണ്ട്. അപ്പോൾ 6ഉം 2 വിൽ ഗിവ് യു 12. പിന്നെ H2Oയിൽ നോക്കുകയാണെങ്കിൽ 6 വന്ന് ഓക്സിജൻക്കും ബാധകമാണ്. അപ്പോൾ 12 + 6 വിൽ ഗിവ് യു 18. അപ്പോൾ ഓക്കെ, ഓക്സിജൻ 18. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 6H2. അപ്പോൾ 6 × 2 12. അപ്പോൾ ഹൈഡ്രജനും 12 ഉണ്ട്. So we see that this is also a balanced equation. Okay, one more example let us see. Zn plus H2SO4 gives you ZnSO4 plus H2. അപ്പോൾ ഈ ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ let us first take down the reactants. Zn എടുത്തു. ഇനി H2SO4 സൾഫേറ്റ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ അതിന് ഒറ്റപ്പെടുത്തി എടുക്കാൻ പറ്റൂല. സൾഫറിനെ വേറെ, ഓക്സിജനെ വേറെ തന്നെ എടുക്കണം. രണ്ടാലും വേറെ വേറെ എലിമെൻറ്റ്സ് ആണ്. അപ്പോൾ സിങ്ക്, ഹൈഡ്രോജൻ, സൾഫർ, ഓക്സിജൻ ആണ് റിയാക്റ്റൻസിൽ. അപ്പോൾ ഒബ്വിയസ്ലി പ്രൊഡക്ട്സിലും അത് തന്നെ ആയിരിക്കും. സിങ്ക്, ഹൈഡ്രോജൻ, സൾഫർ, ഓക്സിജൻ. നോ നെക്സ്റ്റ് ജോബ് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു കൗണ്ട് ഹൗ മെനി ആറ്റംസ് ആർ ദെയർ. അപ്പോൾ സിങ്ക് എത്ര ആറ്റം ഉണ്ട്? 1. ഹൈഡ്രോജൻ്റെ 2 ആറ്റംസ് ഉണ്ട്. സൾഫറിൻ്റെ 1 ആറ്റം ഉണ്ട്. ഓക്സിജൻ്റെ 4 ആറ്റം ഉണ്ട്. So products again you count, zinc is 1, hydrogen is 2, sulfur is 1 and oxygen is 4. So we see that this is also a balanced reaction. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചത് എന്താണ്? ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻറ്റ്സ് എന്താണ്, പ്രൊഡക്ട്സ് എന്താണ്, ദെൻ യു ഹാവ് ടു ടേക്ക് ഡൗൺ വാട്ട് ഈസ് ഓൾറെഡി ഗിവൻ, യു ഹാവ് ടു ടേക്ക് ഡൗൺ ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ്. അതും നിങ്ങളിപ്പോൾ പഠിച്ചു. ബട്ട് ദെൻ ചിൽഡ്രൻ, so far it was easy, but life is not always so easy, no. നിങ്ങൾക്ക് എക്സാമിൽ എന്താക്കും അറിയോ, ഒരു റിയാക്ഷൻ അങ്ങോട്ട് വിളമ്പിത്തരും, അത് തീരെ ബാലൻസ്ഡ് ആവില്ല. ഈ നിങ്ങൾ റിയാക്റ്റൻസിൽ കാണുന്ന നമ്പറും പ്രൊഡക്ട്സിൽ കാണുന്ന നമ്പറും മാച്ച് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന പണിയായിരിക്കും അത്. 1 മാർക്കിനും 2 മാർക്കിനും വേണ്ടിയിട്ടുള്ള പണി അതായിരിക്കും. എന്താണ്? ഇവർ രണ്ടിനും ബാലൻസ് ചെയ്യാം. പിന്നെ ആ ബാലൻസ്ഡ് റിയാക്ഷനെ എഴുതി കാണിക്കുക. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ബാലൻസിങ് ഓഫ് റിയാക്ഷൻ. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ലെറ്റ് us see how it is done. Okay, now let us consider the simple reaction. Mg plus O2 giving you MgO. Mg is magnesium, O2 oxygen, MgO is magnesium oxide. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ എന്താ ചെയ്യേണ്ടി? ഈ റിയാക്റ്റൻസിൻ്റെ ഏതൊക്കെയാണ് എലിമെൻറ്റ്സ് ഇല്ലാതെ എടുത്ത് എഴുതാം. അപ്പോൾ മാഗ്നീഷ്യം ഓക്സിജൻ ഉണ്ട്. അപ്പോൾ സെയിം പ്രൊഡക്ട്സിലും അത് തന്നെ ആയിരിക്കും, മാഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ.
ഒരു പുതിയ സാധനമൊന്നും വരില്ല. ഇനി ഇൻ റിയാക്റ്റൻസ് ഹൗ മെനി ദാറ്റ് വി ഹാവ് ടു ടേക്ക് ഡൗൺ? മാഗ്നീഷ്യം എത്ര ഉണ്ട്? 1. ഓക്സിജൻ എത്ര ഉണ്ട്? 2 ആറ്റംസ്. അതേപോലെ പ്രൊഡക്ട്സിൻ്റെ ഇനി നോക്കുമ്പം മാഗ്നീഷ്യം 1 ആറ്റം ഉണ്ട്, ഓക്സിജൻ 1 ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ഹിയർ ഇറ്റ് ഈസ് നോട്ട് ബാലൻസ്ഡ്. മാഗ്നീഷ്യം ബാലൻസ്ഡ് ആണ്, പക്ഷേ ഓക്സിജൻ ബാലൻസ്ഡ് അല്ല. സോ ഇൻ ദിസ് കേസ് വാട്ട് വിൽ വി ഡു? വി ഹാവ് ടു ബാലൻസ് ഓക്സിജൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യും? ഈ ലെവലിലാണ് ഓക്സിജൻ ബാലൻസ് ഇല്ലാത്തത് അല്ലേ? ദിസ് സ്റ്റെപ്പ്, ദിസ് ഓക്സിജൻ പ്രൊഡക്റ്റിൽ 1 ആണ്, റിയാക്റ്റൻറ്റിൽ 2 ആണ്. അപ്പോൾ ദിസ് പ്രൊഡക്റ്റ് ഐ ക്യാൻ മേക്ക് ഇസ് 2 ബൈ പുട്ടിങ് എ 2 ഹിയർ. ഓക്കെ, ഞാൻ ഇവിടെ 2 പുട്ട് ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ദാറ്റ് ഈസ് നാച്ചുറലി എക്സിസ്റ്റിംഗ്. വി ക്യാൻ ഓൺലി അഡ്ജസ്റ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഇവിടെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എഴുതുന്നത്. അപ്പോൾ ഓൺലി at this place only we can make any changes required. Okay, we cannot play at this place. So wherever if you want to make a change, full moleculeൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക. ഈ ലെവലിൽ ഇവിടെ ഈ ലെവലിൽ വേർ വി റൈറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ്, അവിടെ ഒന്നും വി cannot alter. Okay, so now let us see, first step that we are doing is we are going to write a 2 here. Okay, so that we can balance our oxygen. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഓക്സിജൻ എന്തായി? യെസ്, ഇറ്റ് ഈസ് 2 ആയി. അപ്പോൾ ഓക്സിജനും ബാലൻസ് ആയി. ബട്ട് ദെൻ മൈ ഫസ്റ്റ് ടിപ്പ് ഇൻ ബാലൻസിങ് എ റിയാക്ഷൻ, നിങ്ങൾ ഒരു ചേഞ്ച് വരുത്തിയാൽ അഗെയിൻ യു ഹാവ് ടു സീ ഫോർ എവറിത്തിങ് എൽസ്. ഇനിയിപ്പോൾ വെൻ യു മേക്ക് ദിസ് ഓക്സിജൻ ആസ് 2, ഡസ് നോട്ട് യുവർ മാഗ്നീഷ്യം ഓൾസോ ബിക്കം 2? യെസ്. അപ്പോൾ എന്താ? ഇനി മാഗ്നീഷ്യം ഇവിടെ 1 ആണ്, മാഗ്നീഷ്യം ഇവിടെ 2 ആണ്. ഇസ് ഇറ്റ് ബാലൻസ്ഡ്? നോ. സോ യു ഹാവ് ടു ബാലൻസ് ദിസ് മാഗ്നീഷ്യം. അപ്പോൾ ഇതിനെ ഇവിടെ എടുത്തിട്ട് 2 ഇവിടെ എഴുതാം. സോ വാട്ട് വിൽ ഇറ്റ് ബിക്കം? ഇറ്റ് വിൽ ബിക്കം 2 ഹിയർ. So we'll have 2 Mg plus O2. Now do you see, is it balanced? Yes, magnesium 2 check. Oxygen 2 check. Okay. So now it is a balanced reaction. Now let us consider this reaction. Hydrogen plus chlorine gives you hydrogen chloride. Okay, അപ്പോൾ ഹൈഡ്രോജൻ ഇവിടെ എത്ര പ്രൊഡക്ട്സിലും റിയാക്റ്റൻസിലും നോക്കുകയാണെങ്കിൽ റിയാക്റ്റൻസിൽ 2 ഹൈഡ്രോജൻ ഉണ്ട്, പ്രൊഡക്റ്റിൽ 1 ഹൈഡ്രോജൻ ഉള്ളൂ. ക്ലോറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിയാക്റ്റൻസിൽ 2 ക്ലോറിൻ ഉണ്ട്, ക്ലോറിൻ പ്രൊഡക്ട്സിൽ 1 ഉള്ളൂ. ഓക്കെ, നൗ ഇത് ബാലൻസ്ഡ് അല്ല. സോ ഫസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു ബാലൻസ് ദിസ് ഇക്വേഷൻ. ഫസ്റ്റ് ലെറ്റ് us start with hydrogen. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രോജൻ ഉണ്ട്. വി ക്യാൻ മേക്ക് ദിസ് as 2. How will we make this as 2? If you put a 2 here, hydrogen will become 2. So you put a circle and write the new number here. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ഇങ്ങനെ ചേഞ്ച് വരുത്തിയത് കൊണ്ട് വേറെ എന്തൊക്കെ മാറ്റം വന്നു? ക്ലോറിനും 2 ആയി, ഇപ്പോൾ ഇത് മാറി 2. ഓക്കെ, വെരി ഗുഡ്. നൗ ഇറ്റ് ഈസ് ബാലൻസ്ഡ്. ഹൈഡ്രോജൻ 2 ചെക്ക്, ക്ലോറിൻ 2 ചെക്ക്. So this is how you balance this equation. H2 plus Cl2 giving you 2HCl. Okay, now let us consider this equation. ഇതെന്താ തന്ന? സോഡിയം പ്ലസ് വാട്ടർ gives you sodium hydroxide plus hydrogen. അപ്പോൾ ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ പേരാ തരാം. അപ്പോൾ സോഡിയം പറഞ്ഞാൽ യു ഷുഡ് നോ ഇറ്റ് ഈസ് Na. വാട്ടർ യു ഓൾ നോ ഇറ്റ് ഈസ് H2O. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആൻഡ് ദെൻ ഹൈഡ്രോജൻ H2. അപ്പോൾ ചിൽഡ്രൻ വാട്ട് ഐ റെക്കമെൻഡ്, ഈ ടെക്സ്റ്റ് ബുക്കിൽ തരുന്ന അറ്റ്ലീസ്റ്റ് ദാറ്റ് മെനി എലിമെൻസും കമ്പൗണ്ട്സിൻ്റെ പേരും സിമ്പലും ഒക്കെ ബൈ ഹാർട്ടാക്കി വെച്ചോളൂ. ഓക്കെ, ദെൻ ദർ ഈസ് നോ പ്രോബ്ലം. സോഡിയം ഹൈഡ്രോക്സൈഡ് അവർ ക്വസ്റ്റ്യനിൽ തരും, അപ്പോൾ നിങ്ങൾക്ക് റിയാക്ഷൻ എഴുതണം. സോ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് NaOH. ദാറ്റ് യു ഷുഡ് ബൈ ഹാർട്ട്. ഓക്കെ, നൗ ലെറ്റ് us see whether it is balanced. അപ്പോൾ റിയാക്റ്റൻസിൽ എന്തൊക്കെ ഉണ്ട്? സോഡിയം 1, ഹൈഡ്രോജൻ 2, ഓക്സിജൻ 1. പ്രൊഡക്ട്സിൽ എന്തൊക്കെ ഉണ്ട്? സോഡിയം 1, ഹൈഡ്രോജൻ 3 ആൻഡ് ഓക്സിജൻ 1. സോ വാട്ട് ഡു വി സീ? ഇറ്റ് ഈസ് നോട്ട് ബാലൻസ്ഡ്. കറക്റ്റ്. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് ബാലൻസിങ്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ സോഡിയം ഓക്കെ 1 റെഡിയാണ്, ഓക്സിജനും 1 റെഡിയാണ്. അവർ പ്രോബ്ലം ഇസ് വിത്ത് ഹൈഡ്രോജൻ. ഹൈഡ്രോജൻ 2 ഇവിടെയാണ്, ഇവിടെ പ്രൊഡക്ട്സിൽ ഹൈഡ്രോജൻ 3 ആണ്. സോ നൗ ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് സെയിം? നൗ ഇഫ് യു ലുക്ക് അറ്റ് ദ പ്രൊഡക്റ്റ് NaOH, ഓക്കെ, അതിൽ കിട്ടുന്ന ഒരു എച്ചും പിന്നെ ഫ്രീ ഹൈഡ്രോജൻ H2, അങ്ങനെയാണ് 3H ആയത്. സോ വാട്ട് ക്യാൻ യു ഡു അബൌട്ട് ദിസ്? See, this H can be made into 4H, no? So when you are making a correction, what you do, you circle that number. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നേ 4H, how are you making? You are making it here. If you put 2 here,
then what will happen? Hydrogen will become 2 and this hydrogen will also become 2. So 4H you will get. So what you are getting new, you write that here. Okay, so you'll get a number 4 here, hydrogen 4. Okay, Pasha, you want your reactants, you have only 2 hydrogen. 2 ne easy to 4 akam. So again circle 2 and what you're getting new number of that element, you write it here. And how did you make that? You have to just write a 2 here. Okay, but a 2 ideally you get your 4H. Now do you see HH is balanced? പക്ഷേ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയാൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ചെക്ക് ചെയ്യുക വേറെ എലിമെൻറ്റ്സിന് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ. For example, you put a 2 here, no, in the product, NaOH. അപ്പോൾ NA മാറിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയ NAൻ്റെ നമ്പർ എത്രയാണ്? 2. ഓക്കെ, O മാറിയില്ലേ? പുതിയതായിട്ട് Oൻ്റെ നമ്പർ കിട്ടിയത് എന്താണ്? 2. ഓക്കെ, അപ്പോൾ ദിസ് ഓൾ ചേഞ്ചസ് ഹാസ് അക്കേർഡ്. സെയിം വേ ദിസ് സൈഡ് വാട്ട് ചേഞ്ചസ് അക്കേർഡ്? NAക്ക് ഒന്നും ആയിട്ടില്ല, O മാറി, O2 ആയി. ഓക്കെ, ഇനി ചെക്ക് ചെയ്യൂ ബാലൻസ് ആയിട്ടുണ്ടോ. ഓക്കെ, O2 ആൻഡ് O22 ബാലൻസ് ആയി, H244 ബാലൻസ് ആയി. ഓക്കെ, പക്ഷെ NA നോക്കൂ, NA ഇവിടെ 2 ആണ്, റിയാക്റ്റൻസിൽ 1 ആണ്. സോ വാട്ട് യു ഷുഡ് ഡു? യു ഹാവ് ടു അഡ്ജസ്റ്റ് ദിസ് NA യു വിൽ അഡ്ജസ്റ്റ് ആൻഡ് റൈറ്റ് 2. Now you check Na balanced, okay, check. Hydrogen balanced, okay, check. Oxygen balanced, okay, check. അപ്പോൾ ദിസ് ഈസ് യുവർ ബാലൻസ്ഡ് റിയാക്ഷൻ. ഇങ്ങനെ സ്റ്റെപ്പ് വൈസ് പോയാൽ യു വിൽ നെവർ മേക്ക് എ മിസ്റ്റേക്ക്. ഇതിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള ടിപ്പ് എന്താണ്? വൺ ചേഞ്ച് യു മേക്ക്, ദെൻ അഗെയിൻ എവറിത്തിങ് യു ചെക്ക് വെദർ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ഓർ നോട്ട്. ഓക്കെ, അങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. വിത്ത് മോർ എക്സാമ്പിൾസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. Okay, now let us consider this equation. Fe plus H2O giving Fe3O4 plus H2. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലെറ്റ് us take down the elements. റിയാക്റ്റൻസിൽ എന്തൊക്കെയാണ്? FeHO എത്രയുണ്ട്? Fe1 H2O1. പ്രൊഡക്ട്സിലും സെയിം ആയിരിക്കും FeHO, പക്ഷെ നമ്പേഴ്സ് ആർ വേരിയിങ് ഹിയർ. Fe3 ആണ്, H2 ആണ്, O4 ആണ്. അപ്പോൾ Feൻ്റെ നമ്പർ ഇവിടെ 3 ആണ്, ഇവിടെ ബാലൻസ്ഡ് അല്ല. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? Feനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 1ൻ്റെ സ്ഥലത്ത് യു ജസ്റ്റ് റൈറ്റ് 3. സോ ദാറ്റ് യു ക്യാൻ ഈസിലി ഡു ബൈ പുട്ടിങ് എ 3 ഹിയർ. ഓക്കെ, സോ നൗ Fe ഈസ് ബാലൻസ്ഡ്. ഓക്കെ, റെഡി. ഇനി H ഇവിടെ ബാലൻസ്ഡ് ആണ്, 2ഉം ബാലൻസ്ഡ് ആണ്. വെൻ യു ടോക്ക് അബൌട്ട് ഓക്സിജൻ, റിയാക്റ്റൻസിൽ 1 ഓക്സിജൻ ആണ്, പ്രൊഡക്ട്സിൽ 4 ഓക്സിജൻ ഉണ്ട്. ഇന്ന് റിയാക്റ്റൻസിൻ്റെ ഓക്സിജനെ 4 ആക്കണം. അപ്പോൾ അതെങ്ങനെ ആക്കാം? സിമ്പിൾ, നോ, ജസ്റ്റ് റൈറ്റ് എ 4 ഹിയർ. അവിടെ ഒരു 4 എഴുതിയാൽ അപ്പോൾ നിങ്ങൾ ഓക്സിജൻ്റെ നമ്പർ മാറ്റിയിട്ട് 4 ആക്കി. അപ്പോൾ ഈ മാറ്റം വരുത്തിയപ്പോൾ വേറെ എന്തൊക്കെ മാറി അതും യു ഹാവ് ടു റൈറ്റ് ഇൻ ദിസ് സ്റ്റെപ്പ് ഇറ്റ് സെൽഫ്. ഹൈഡ്രോജൻ മാറിപ്പോയി അല്ലേ? ഹൈഡ്രോജൻ ഇനി എത്ര ആയി? 4 × 2 8 ഹൈഡ്രോജൻ ആയി. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻസിൽ 8 ഹൈഡ്രോജൻ ആയി. പ്രൊഡക്ട്സിൽ നോക്കൂ, അയൺ ഓക്കെയാണ്, ഓക്സിജൻ ഇപ്പോൾ ഓക്കെ ആയി, പക്ഷേ ഹൈഡ്രോജൻ മാറിപ്പോയി അല്ലേ? ഇവിടെ റിയാക്റ്റൻസിൽ ഹൈഡ്രോജൻ 8 ആണ്, പ്രൊഡക്റ്റിൽ ഹൈഡ്രോജൻ 2 ആണ്. ഇനി ഈ 2നെ നമുക്ക് 8 ആക്കാൻ എളുപ്പമാണല്ലോ. യു ഹാവ് ടു ജസ്റ്റ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 4 ഹിയർ. സോ ഇഫ് യു പുട്ട് 4 ഹിയർ ഇറ്റ് വിൽ ബിക്കം 4 ഹൈഡ്രോജൻ ആറ്റംസ്. നൗ ഇഫ് യു ചെക്ക് അയനും ചെക്ക് 3 കറക്റ്റ്, ഹൈഡ്രോജനും ചെക്ക് 8 കറക്റ്റ്, ഓക്സിജനും ചെക്ക് 4 കറക്റ്റ് അല്ലേ? അപ്പോൾ ദിസ് ഈസ് യുവർ ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷൻ. ദാറ്റ് ഈസ് 3Fe plus 4H2O വിൽ ഗിവ് യു Fe3O4 plus 4H2. അപ്പോൾ ഇങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്. ഓരോ മാറ്റം വരുത്തുമ്പം ചെക്ക് എവറിത്തിങ് അഗൈൻ. ഇനി നിങ്ങളിപ്പോൾ ഓല് മാറ്റം വരുത്തിയതുകൊണ്ട് വേറെ എന്തെങ്കിലും എങ്ങനെയാണ് മാറിയത് അതൊക്കെ എഴുതാം. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് വൈസ് എഴുതിയാൽ യു വിൽ നെവർ മേക്ക് എ മിസ്റ്റേക്ക്. ഇനി ഇതിൽ ഇനിയൊരു കാര്യം നിങ്ങൾക്ക് അറിയാനുണ്ട്. ഒരു ഇക്വേഷന് വി ക്യാൻ മേക്ക് ഇറ്റ് ഈവൻ മോർ ഇൻഫോർമേറ്റീവ് ബൈ ടെല്ലിങ് യു ദ സ്റ്റേറ്റ് ഓഫ് ദ കമ്പോണൻസ് ഹിയർ. ഒരു ഇക്വേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസിൻ്റെ സ്റ്റേറ്റും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് മോർ എക്സ്പ്ലനേറ്ററി ആക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് ഇക്വേഷൻ ഇഫ് യു ആർ സീയിങ് ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് iron is always in a solid state. അപ്പോൾ we take it as a powder form, no? So let us write as S here. Solid state വരുമ്പം we symbolize it with a small s.
H2O is aqueous. Anything which is in a solution of water, we call it as aqueous. Water allada our vare solution anengil, we'll call it as a liquid. But in this reaction, we are showing G because to show that water is in the form of steam. Appo steam is a gaseous form, no? So we have written it as G here. Appo Fe3O4 is in again a solid form, so you'll write S here. Appo idoru liquid form or solution lanengil, you will write it as L. If it is a solution in water, you will write it as AQ. Aqueous അങ്ങനെ. Hydrogen is in gas form, so you write it G here. അപ്പോൾ ഇങ്ങനെയും കൂടി എഴുതിയാൽ ഈ റിയാക്ഷൻ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആവും. ചില കേസസിൽ വി ക്യാൻ ഓൾസോ ടോക്ക് അബൌട്ട് ദ കണ്ടീഷൻസ് ദറ്റ് ആർ പ്രൊവൈഡിങ്. ഇഫ് യു ആർ പ്രൊവൈഡിങ് ഹീറ്റ് ഹിയർ, അപ്പോൾ അത് ഇവിടെ എഴുതാ ചെയ്യുക. യു ആർ പ്രൊവൈഡിങ് ഹീറ്റ് ഹിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷർ കൊടുക്കുന്നുണ്ട്, എത്ര പ്രഷറാണ് കൊടുക്കുന്നത്, അതൊക്കെ ഈ ആരോ മാർക്കിൻ്റെ മേലാണ് കൊടുക്കുക. അപ്പോൾ ദിസ് ഈസ് ഹൗ യു മേക്ക് യുവർ റിയാക്ഷൻസ് മോർ ഇൻഫോർമേറ്റീവ്. അപ്പോൾ സ്റ്റേറ്റ്സിൻ്റെ പറ്റിയിട്ട് യു ക്യാൻ ഗിവ് ഇൻഫർമേഷൻ ഇൻ ദ റിയാക്ഷൻ. Okay, let us see a few more examples. Okay, now let us consider this equation NaOH plus HCl giving you NaCl plus H2O. അപ്പോൾ ഇത് നോക്കൂ, when you take it down, Na is 1, Cl is again 1, H is 2, oxygen is 1. അതേപോലെ പ്രൊഡക്ട്സിൽ Na1, Cl1, H2, oxygen 1. അപ്പോൾ this is equal to, this is balanced. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻ വരുമ്പം ദേ ആർ ജസ്റ്റ് ഗിവിങ് യു ദ വേർഡ്സ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോഡിയം ഹൈഡ്രോക്സൈഡ് പറയുമ്പം ഇറ്റ് ഈസ് NaOH, ഹൈഡ്രോക്ലോറിക് ആസിഡ് പറയുമ്പം ഇറ്റ് ഈസ് HCl. പക്ഷേ ഇതിൽ അവർ സ്റ്റേറ്റ് ഇൻഫോം ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരെന്താ പറയുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് വാട്ട് യു വിൽ റൈറ്റ്, ഇറ്റ് ഈസ് അക്വസ് അല്ലേ, ഇൻ വാട്ടർ. അപ്പോൾ ഇവിടെ ഒരു AQ ഇട്ട് കൊടുക്കേണ്ടി വരും. Then hydrochloric acid in water, again it will be aqueous, AQ ഇട്ട് കൊടുക്കേണ്ടി വരും. NaCl എന്താ ചെയ്താൽ ഇറ്റ് ഈസ് അഗെയിൻ aqueous. വാട്ടർ എന്താണ്, ലിക്വിഡ് ആണ്. Okay, solution in water we call aqueous, water ne we can write liquid itself. So this information when you are giving NaOH aqueous, HCl aqueous, NaCl aqueous, H2O liquid. അപ്പോൾ ഇതാണ് അവർ ചോദിക്കുന്ന സ്റ്റേറ്റ്. ഗിവ് ദ ഇൻഫർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൾസോ ഇൻ ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്, അപ്പോൾ വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. Okay, now consider this equation, children. Barium chloride plus sodium sulfate gives you barium sulfate plus sodium chloride. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടി, ഇവരുടെ എലിമെൻറ്റ്സ് ഒക്കെ എഴുതിയെടുക്കാം. ബേരിയം 1 ആണ്, ക്ലോറിൻ 2 ആണ്, സോഡിയം 2 ആണ്, സൾഫർ 1 ആണ്, ഓക്സിജൻ 1 ആണ്. ഓക്സിജൻ യു കീപ് ഫോർ ദ ലാസ്റ്റ്. ഓക്കെ, ഇനി അതേപോലെ സെയിം വെൻ യു ആർ റൈറ്റിംഗ് ഫോർ പ്രൊഡക്ട്സ്, ബേരിയം 1 ആണ്, സൾഫർ 1 ആണ്. ഇപ്പോൾ നിങ്ങൾ സൾഫറും ഒരേ ലെവലിൽ എഴുതണം. ഓക്കെ, ഇവിടെ സൾഫർ സെക്കൻഡ് വരുന്നുണ്ട് വിചാരിച്ച് ഇവിടെ സൾഫർ എഴുതി വെക്കരുത്. സെയിം ഇവിടെ എന്താണ് അതേ ലെവലിൽ ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ഹിയർ യു ഹാവ് സൾഫർ ആസ് 1 ആൻഡ് ഓക്സിജൻ 4, സോഡിയം ഇസ് 1 ആൻഡ് ക്ലോറിൻ ഇസ് 1. ഇങ്ങനെയൊക്കെ എടുത്ത് എഴുതി. ഓക്കെ, നൗ ഇസ് ഇറ്റ് ബാലൻസ്ഡ്? ഇല്ല, ബേരിയം ബാലൻസ്ഡ് ആണ്, ക്ലോറിൻ ബാലൻസ്ഡ് അല്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലോറിനെ ബാലൻസ് ആക്കാം. ഇവിടെ 2 ക്ലോറിൻ ആണ്, അപ്പോൾ ഇവിടെ 1 ക്ലോറിൻ ഉള്ളൂ. So let us put a 2 here. So when you put 2 here, what you get, 2 NaCl. അപ്പോൾ നിങ്ങൾ ഇവിടെ ക്ലോറിനെ 2 ആക്കി, പക്ഷെ അത് ആക്കിയപ്പോൾ എന്തായി, Na-യും 2 ആയി. ഓക്കെ, Na 2 ആയത് ഉപകാരം തന്നെ ആയി, ബിക്കോസ് ഹിയർ ഓൾസോ Na is 2. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അഗെയിൻ ചെക്ക്. Ba1 ഉണ്ട്, ക്ലോറിൻ 2 ഉണ്ട്, Na 2 ഉണ്ട്, സൾഫർ 2 ഉണ്ട്, ഓക്സിജൻ 4. ഓക്കെ, അവർ വർക്ക് ഇസ് ഡൺ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഇത്ര സിമ്പിളി എക്സാമ്പിൾ കഴിഞ്ഞു. പക്ഷെ ഇവിടെ സ്റ്റേറ്റിൻ്റെ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ BaCl2 ഓർ പറഞ്ഞാൽ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ. സോ അഗെയിൻ ഇറ്റ് വിൽ ബി അക്വസ് ഹിയർ. ദെൻ യു ഹാവ് സോഡിയം സൾഫേറ്റ്, ദാറ്റ് ഈസ് ഓൾസോ ഗിവൻ ആസ് അക്വസ്. പിന്നെ അവർ പറയുന്നുണ്ട് ഇൻസോല്യുബിൾ ബേരിയം സൾഫേറ്റ് ഇസ് ഫോംഡ്. Okay, insoluble barium sulfate is formed means it is solid. Okay, so you'll have to write S here, solid. This is your textbook question only, page number 6th, third question, first part I am doing. Okay, so this is barium sulfate, again solid. Then you have sodium chloride. Sodium chloride is also a solution given, so you can write it as aqueous solution. Okay, so this is how you write the state information. Okay, now let us consider this example. They are asking barium chloride. അപ്പോൾ barium chloride BaCl2 ആണെന്ന് അറിഞ്ഞിരിക്കണം.
പിന്നെ അമോണിയം സൾഫേറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ Al2SO4 ത്രൈസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളിത് ചോദിക്കാൻ പറ്റില്ല, ഇതെന്താണ് ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ, ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ ഓർമ്മ വെക്കും? യു കനോട്ട് ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. യു നോ വൈ? ബിക്കോസ് 9th സ്റ്റാൻഡേർഡ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അലുമിനിയമിൻ്റെ വാലൻസി, പിന്നെ സൾഫേറ്റ് അയോൺസിൻ്റെ വാലൻസി, ഫോർമുല ഉണ്ടാക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ Al2SO4 thrice is the formula of aluminum sulfate. You are expected to know that. അപ്പോൾ നിങ്ങൾ എന്താക്കിക്കാളി, അത് ബൈ ഹാർട്ട് ആക്കിക്കാളി. ഓക്കെ, അപ്പോൾ അതങ്ങനെ കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന എല്ലാ എലിമെൻസിൻ്റെയും ഫോർമുല ബൈ ഹാർട്ട് ആക്കി വെച്ചോളി. ആൻഡ് ഫ്യൂ അതേഴ്സ് ഇഫ് യു ഫൈൻഡ് വെൻ യു ആർ സോൾവിങ് സം അതർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ, വരുന്ന ഫോർമുലാസ് യു കീപ്പ് ഇറ്റ് ബൈ ഹാർട്ട്. സോ യു വെൻ യു ആർ ആസ്ക്ഡ് അലുമിനിയം സൾഫേറ്റ്, റൈറ്റ് ഡൗൺ Al2SO4 thrice, and it gives barium sulfate BaSO4, then finally aluminum chloride, that is AlCl3. Okay, അപ്പോൾ ഈ റിയാക്ഷനിൽ ഫസ്റ്റ് ലെറ്റ് us take down the products. ബേരിയം, പിന്നെ ക്ലോറിൻ, അലുമിനിയം, സൾഫർ, ഓക്സിജൻ. ബേരിയം എത്ര ഉണ്ട് റിയാക്റ്റൻസിൽ? 1. പിന്നെ ക്ലോറിൻ എത്ര ഉണ്ട്? 2. അലുമിനിയം 2. സൾഫർ എത്ര ഉണ്ട്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇറ്റ് ഈസ് ബ്രാക്കറ്റ് ആൻഡ് 3 there for sulfur and oxygen. 3 is valid for both sulfur and oxygen. So sulfur you have 3. Oxygen എന്താണ്? 4 times 3 അല്ലേ? ഓക്സിജൻ 12 ആണ്. 4 into 3, that is 12. മനസ്സിലായോ? ഇങ്ങനെ you have to take down the reactants. Now see the product. Barium is 1, chlorine is 3, aluminum is 1, sulfur is 1, and oxygen is 4. അപ്പോൾ ഇത് ശരിക്കും ബാലൻസ്ഡ് അല്ല. സോ ലെറ്റ് us start balancing. We start with barium. ഓക്കെ, ബേരിയം 1 ചെക്ക്. പക്ഷേ ക്ലോറിൻ 2 ആണ് റിയാക്റ്റൻസിൽ, പ്രൊഡക്ട്സിൽ ക്ലോറിൻ 3 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് റിയാക്റ്റൻസിന് ക്ലോറിനെ 3 ആക്കാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് അത് ക്ലോറിൻ ആറ്റം ഡയറ്റോമിക് കാണിക്കുന്നുണ്ട് അവിടെ, Cl2 ആ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ മാറ്റാം? ഇഫ് ഐ പുട്ട് എ 3 here, okay, if I put a 3 here, what will happen? It will become 6Cl2. Cl will become 6. ഓക്കെ, ഞാൻ അവിടെ 2 ഇടാത്ത കാരണം എന്താണ്? 2 ഇട്ടാൽ ക്ലോറിൻ വിൽ ബിക്കം 4. അപ്പോൾ അത് എനിക്ക് ഇവിടെ 4 ആക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ അതാ 3 ഇട്ടത്. ബിക്കോസ് ഇവിടെ 3 ഇട്ടാൽ ക്ലോറിൻ ഈസ് ഗോയിങ് ടു ബിക്കം 6. സോ ഐ വിൽ ജസ്റ്റ് ഹാവ് ടു പുട്ട് എ 2 ഹിയർ. അവിടെ 2 ഇട്ടാൽ മൈ ക്ലോറിൻ വിൽ ബിക്കം 6 ഹിയർ. അപ്പോൾ എൻ്റെ ക്ലോറിൻ എന്നെ മാച്ച് ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, ബട്ട് ദെൻ നെക്സ്റ്റ് വാട്ട് ഐ ഹാവ് ടു ഡു, ചെക്ക് ഫ്രം ദ ബിഗിനിങ് ദിസ് ന്യൂ ഇൻട്രഡക്ഷൻ ദാറ്റ് ഐ ഹവ് മെയ്ഡ്, ഹാസ് ഇറ്റ് ബ്രോട്ട് എനി ചേഞ്ചസ്? അപ്പോൾ യെസ്, ബി എൻ്റെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ബി എൻ്റെ 1 മാറിയിട്ട് എന്തായിട്ടുണ്ട്? ബി എൻ്റെ 3BA ആയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? യെസ്, ഇവിടെയും മാറിയിട്ടുണ്ട്. എൻ്റെ അലുമിനിയം മാറിയിട്ടുണ്ട്. ഇവിടെ എന്തായി? അലുമിനിയം 1 മാറിയിട്ട് ഇവിടെ 2 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഗെയിൻ ഹിയർ ഐ ഹാവ് അലുമിനിയം ആസ് 2. ഓക്കെ, നൗ ലെറ്റ് us see here barium has become 3. അപ്പോൾ നമുക്ക് ഇവിടെ ബേരിയമിനെ 3 ആക്കണ്ടേ? അപ്പോൾ ലെറ്റ് us put a 3 here. ഇവിടെ ഒരു 3 ഇട്ടാൽ ബേരിയം വിൽ ബിക്കം 3. ഓക്കെ, ഈ ബേരിയമിനെ 3 ആക്കിയപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നോ? സൾഫർ മാറിയിട്ടുണ്ട്. സൾഫർ എത്രയായി? സൾഫർ ഹാസ് ബിക്കം 3 നൗ. ഓക്സിജനും മാറിയിട്ടുണ്ട്. ഓക്സിജൻ എത്രയായി? ഓക്സിജൻ ഹാസ് ബിക്കം 12 നൗ. അപ്പോൾ അത് ലാഭത്തിന് തന്നെ ആയി. എങ്ങനെ? ഇനിയൊക്കെ സെയിം ആയല്ലോ. നോക്കൂ, വെൻ യു ആർ ചെക്കിംഗ് ബേരിയം 3 ചെക്ക്, യുവർ ക്ലോറിൻ 6 ചെക്ക്, യുവർ അലുമിനിയം 2 ചെക്ക്, ദെൻ യുവർ സൾഫർ 3 ചെക്ക്, അതേപോലെ ഓക്സിജൻ 12 ചെക്ക്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ യുവർ റിയാക്ഷൻ ഈസ് ബാലൻസ്ഡ്. സോ യു ആർ ഗെറ്റിംഗ് 3 BaCl2 പ്ലസ് Al2SO4 thrice, giving you BaSO4, 3 BaSO4 plus 2 AlCl3. Okay, അപ്പോൾ this is how you balance the equation. I hope I have made all the points clear, and it is now going to be easy for you all to balance equations. അപ്പോൾ ഇത് ശരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൻ്റെ ശേഷം you all take more examples from the textbook and try to solve them, try to balance them. If you have any doubts, you can always ask. Okay children, I'll meet you with the next topic, that is types of chemical reactions, in the next video. Bye.